അപ്പോൾ ഹായ്, നമ്മൾ പാർട്ട് 2ലേക്ക് കടക്കാണ്. പാർട്ട് 2ലേക്ക് കടക്കുന്ന സമയത്ത് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. MKR CSM എന്ന് പറയുന്ന ഒരു ചാനലുണ്ട്. അത് യൂട്യൂബിലാണ്. അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അറിവില്ലാത്തവർക്ക് അവരെ ഫ്രണ്ട്സ് ഒന്ന് പറഞ്ഞു കൊടുക്കുക. അവരെ മക്കളോട് ചോദിച്ചാലും മതി, മക്കൾ പറഞ്ഞു കൊടുക്കുക. പ്ലേലിസ്റ്റിൽ കൂടുതൽ ഡീറ്റെയിൽസ് ഉണ്ട്. എന്താ കാര്യം വെച്ചാൽ ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറയാം. ഡയബറ്റീസുകാർക്ക് എന്തൊക്കെ ഭക്ഷണം കഴിക്കണം പാടില്ല, എന്തൊക്കെ എക്സസൈസ് എത്ര മണിക്ക് കഴിക്കണം, അങ്ങനെയുള്ള ഡെപ്ത് എക്സ്പ്ലനേഷനൊക്കെ ഡയബറ്റീസിൻ്റെ ക്ലാസ്, ജോയിൻസിൻ്റെ ക്ലാസ് അതിലൊക്കെയാണ്. ഇവിടെ ഞാൻ അഗൈൻ കോമ്പിനേഷൻസ് ഓടിച്ചിട്ടിട്ട് പറയുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഡെപ്തിൽ പറഞ്ഞാൽ മണിക്കൂർ കണക്കിന് പിടിക്കുക. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം. അപ്പോൾ അത് പ്രത്യേകിച്ച് നിങ്ങൾ ചെയ്യുക. പിന്നെ രണ്ടാമത്തെ വിഷയം, ഇത് കമ്പനിയായിട്ട് അല്ല, വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്. കാരണം ഇതെൻ്റെ ടോട്ടലി പേഴ്സണൽ ഒരു ചാനലാണ്. എൻ്റെ പേഴ്സണൽ അഭിപ്രായങ്ങളാണ്. സോ it has nothing to do with the company. It is only my personal this thing. So do understand it. കാരണം നാളെ ഇത് കമ്പനി പറഞ്ഞിട്ട് ഇട്ടതാണെന്നോ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ആർക്കും വരരുത്. കാരണം അവരായിട്ട് ഇത് യാതൊരു കണക്ഷൻ ഇല്ല. ഇതെൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം മാത്രം. അപ്പോൾ ഇവിടെ യൂറിനറി ഇൻഫെക്ഷൻസിന് നമ്മൾ കൊടുക്കുന്നത് എന്താ വെച്ചാൽ നെഫ്രോപൾസ് ഉണ്ട്. നെഫ്രോപൾസ് നേരത്തെ പറഞ്ഞ പ്രകാരം തന്നെ കല്ലൂരിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇട്ടിരിക്കുന്നതാണ്. നെഫ്രോപൾസ് കോമൺ ആയിട്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷെ ഞാൻ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്താ വെച്ചാൽ യൂറിനറി ഇൻഫെക്ഷനുകൾ എപ്പോഴാണ് വരുന്നത്, നമ്മൾ വല്ലാണ്ട് വെള്ളം കുടിക്കാണ്ടിരിക്കുക. അപ്പോൾ വെള്ളം ധാരാളം കുടിക്കണം. എത്ര കുടിക്കണം എന്നുള്ള അളവ് ചോദിക്കുന്ന സമയത്താണ് ഞാൻ പറയാം, മൂത്രത്തിൻ്റെ കളറ് ഒരു ലൈറ്റ് യെല്ലോ ആയിരിക്കണം. ഫുൾ വൈറ്റ് ആവാൻ പാടില്ല. ഫുൾ വൈറ്റ് എന്ന് പറഞ്ഞാൽ അത് ഫുൾ വെള്ളത്തിൻ്റെ വൈറ്റ് ആണെങ്കിൽ എന്താ കാര്യം വെച്ചാൽ അത് വെള്ളം ജാസ്തിയാണ്. അപ്പോൾ അത് ബാലൻസ് ചെയ്യാൻ നമ്മൾ പഠിക്കണം. അപ്പോൾ നമ്മുടെ ബോഡിയിൽ കുറവുണ്ടോ ഇല്ലയെന്ന് അറിയാൻ നമുക്ക് ഈസി ടെക്നിക്കാണ്. പിന്നെ ബസ്സുകളിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ വെള്ളം അധികം കുടിക്കില്ല. അതേപോലെ പല സാഹചര്യങ്ങളിൽ വരുന്ന സമയത്ത് നമ്മൾ വെള്ളം കുടിക്കില്ല. ഇപ്പോൾ അമിതമായ മെഡിസിൻസ് നമ്മൾ കഴിക്കുന്നുണ്ട്. അതിൻ്റെ എഫക്റ്റ് കാരണം കൊണ്ട് ചിലപ്പോൾ മൂത്രം ഡാർക്കായിട്ട് പോവാം, എരിച്ചൽ, പുകച്ചൽ. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് നെഫ്രോപൾസ് പോലുള്ള പ്രൊഡക്റ്റ് യൂസ് ചെയ്യാം. പക്ഷേ വെള്ളത്തിൻ്റെ കൺട്രോൾ നമ്മൾ ചെയ്യണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, നെഫ്രോപൾസ് അല്ല. ഇതല്ലാതെ തന്നെ നമുക്ക് വേറെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ ഈ നെഫ്രോപൾസ് കോമൺ ആയിട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആ സമയത്ത് നമ്മൾ കല്ലുരുക്കി അന്വേഷിക്കാനോ, ആ സമയത്ത് നമ്മൾ ചിരട്ട തിളപ്പിക്കാനോ, ആ സമയത്ത് നമ്മൾ അങ്ങനെയുള്ള സസ്യങ്ങൾ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് ഉണ്ടാക്കാനോ പോകാനോ ഒന്നിനും നമുക്ക് നേരം ഉണ്ടാവില്ല. അപ്പോൾ അത് ബോട്ടിൽഡ് ആയി കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ക്യാൻ ബി യൂസ് ബൈ എനി പേഴ്സൺ. കോമൺ ആയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ പീരിയഡ്സ് വന്നു കഴിഞ്ഞതിന് ശേഷം സ്ത്രീകൾക്ക് ഇത് പറയാറുണ്ട്. ഒരു 3-4 ദിവസം മുതൽ ഏകദേശം മാക്സിമം ഒരു 10 ദിവസം വരെ നമുക്ക് പീരിയഡ്സ് കഴിഞ്ഞതിന് ശേഷം യൂസ് ചെയ്താൽ ഈ പാഡ് ഉപയോഗിക്കുന്ന കാരണം കൊണ്ട് ഒരുപാട് ഹീറ്റിങ്, ഇൻഫെക്ഷൻ സാധ്യതകൾ കാര്യങ്ങളൊക്കെ കൂടുതലാണ്. അപ്പം അതിനെ ഒഴിച്ചു മാറ്റാൻ വേണ്ടിയിട്ടാണ്, കിഡ്നീനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അത് കഴിഞ്ഞതിന് ശേഷം ഹെയർ ഡൈ ഉപയോഗിക്കണം. പ്രത്യേകിച്ച് അത് ഹെയർ ഡൈ അടിച്ചതിന് 2-3 ദിവസം നമ്മൾ ഇത് യൂസ് ചെയ്താൽ അതിന് കിഡ്നിയിലേക്ക് അതിൻ്റെ സൈഡ് എഫക്റ്റ്. കാരണം നമ്മൾ ചെയ്യുന്ന ഓരോ മോഡേൺ കാര്യങ്ങളാണ് നമുക്ക് ബുദ്ധിമുട്ടായി മാറുന്നത്. അപ്പം മനസ്സിലാക്കുക, വല്ലാണ്ട് ഡ്രൈ ആയിട്ടുള്ള ഐറ്റംസ്, ഇപ്പം പാക്കറ്റ് ഫുഡ് കാര്യങ്ങളൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം ചെറിയ ചെറിയ സ്റ്റോൺ ഇഷ്യൂസ് ഉള്ള ആൾക്കാർക്കൊക്കെ ഇത് വളരെ നല്ലതാണ്. എന്താ കാര്യം വെച്ചാൽ സ്റ്റോൺ ഇഷ്യൂ വീണ്ടും റിപ്പീറ്റ് ആവാണ്ടിരിക്കാനും ഇതൊക്കെ സഹായിക്കാറുണ്ട്. ഡെയിലി യൂസ് ചെയ്യണമെന്ന് ചോദിച്ചാൽ അങ്ങനെ ഡെയിലി യൂസിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്താ കാര്യം വെച്ചാൽ ഇഫ് യു യൂസ് ഇറ്റ് മേ ബി വൺസ് ഓർ ട്വൈസ് എ വീക്ക് അത് ധാരാളമാണ്. ഞാനൊക്കെ അങ്ങനെയാണ് ചെയ്യാറ്. എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ എന്നാൽ പോലും ഞാൻ ചെയ്യാൻ കാരണം, ഇനി അഥവാ എന്തെങ്കിലും ടോക്സിൻസോ കാര്യങ്ങളോ ലിവറും കിഡ്നിയിലൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ പൊട്ടെന്ന് വെച്ചിട്ടാണ്, അത്രയ്ക്കുള്ളൂ. കാരണം ഇതെന്താണ്, ഇത് ഫൈനലി ഇത് സസ്യങ്ങൾ മാത്രമാണ്. അതിൻ്റെതായ വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കുർക്കുമ എലിക്സോർ അതിൻ്റെ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ യൂറിക് ആസിഡ്, അതേപോലെ ക്രിയാറ്റിൻ ലൈറ്റായിട്ട് കൂടിയ ആൾക്കാർ കേട്ടോ, അത് ജസ്റ്റ് ഒന്ന് കയറുന്ന ആൾക്കാർ, അവരൊക്കെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. കാലുമൊക്കെ നീര് വരുന്ന സമയത്ത് അത് യൂറിക് ആസിഡ് ആണോ എന്ന് ലാബ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുക. വല്ലാണ്ട് കൂടുതലാണെങ്കിൽ നിങ്ങളുടെ മെഡിക്കൽ ഡോക്ടറിനെ കാണുക. അതർവൈസ് നമുക്ക് ചെറിയ തുടക്ക കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നെഫ്രോപൾസ് വളരെ നല്ലതാണ്. ഇതേ പ്രകാരം കുർക്കുമ എലിക്സോർ. അപ്പോൾ കുർക്കുമ എലിക്സോർ യൂസ് ചെയ്യുന്ന സമയത്ത് ഒന്ന് മാത്രം മനസ്സിലാക്കുക, പപ്പക്കായ, പച്ച പപ്പക്കായ എടുക്കുക. അതിൽ ഒരു കഷ്ണം, ഇവിടെ ചെറിയൊരു കഷ്ണം ഞാൻ താഴത്ത് കാണിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത് സ്കിന്നടക്കം എടുക്കണം കേട്ടോ, സ്കിന്നടക്കം എടുക്കണം. എന്നിട്ട് നന്നായിട്ട് തിളപ്പിക്കണം. തിളപ്പിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, 4 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ടെങ്കിൽ 2 ഐ വറ്റുന്ന വരെ തിളപ്പിക്കുക അല്ലേ. അപ്പോൾ ആ വെട്ടി തിളപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം ചൂടാറുമ്പോൾ അതിൽ
ഒരു 10 മില്ലി കുർക്കുമ എലിക്സോർ ഒഴിച്ചിട്ട് നമ്മൾ അതിരാവിലെ കിടക്കുന്ന സമയത്ത് യൂസ് ചെയ്താൽ നോർമലി ഇഫ് ഇറ്റ് ഈസ് ജസ്റ്റ് ഇൻ എ സ്റ്റാർട്ടിംഗ് സ്റ്റേജ് നമുക്ക് വിത്തിൻ ഒരാഴ്ചയോ അല്ലെങ്കിൽ 15 ദിവസമോ അല്ലെങ്കിൽ മാക്സിമം ഒരു മാസം കൊണ്ട് നമുക്ക് റിസൾട്ട് കാണും. കാണില്ലെങ്കിൽ 100% നിങ്ങൾ മെഡിക്കൽ പ്രാക്ടീഷണറിനെ നിങ്ങൾ കണ്ടേ പറ്റൂ. അപ്പം കാരണം അത് അവർ കൊടുക്കാൻ പോകുന്നത് മെഡിസിൻസ് ആയിരിക്കും. പക്ഷേ ഒന്ന് ചിന്തിക്കുക, കിഡ്നി പ്രൊട്ടക്ഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ഇന്ന് എല്ലായിടത്തും കിഡ്നി ഫെയിലിയറും കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് പറഞ്ഞപ്പോഴാണ് കുർക്കുമ എലിക്സർ കഴിക്കാൻ പറ്റുമോ എന്ന് പല മെഡിക്കൽ ഡോക്ടേഴ്സൊക്കെ ചോദിക്കാറുണ്ട്. കഴിക്കാനോട് കുഴപ്പമില്ല സാർ. എന്താ കാര്യം വെച്ചാൽ ഇത് മഞ്ഞളിലത്തെ ഹെവി മെറ്റൽസ് അതേപോലെയുള്ള എന്തെങ്കിലും ഉള്ളത് ഒക്കെ കളഞ്ഞ് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഗുണങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. വി ഹാവ് റിമൂവ്ഡ് ഈവൻ ദ പിഗ്മെൻറ്റേഷൻ ആൻഡ് ട്രഡീഷണൽ ഇത് പ്രകാരം മഞ്ഞൾ നമുക്ക് ഒരു നല്ലൊരു ബോഡി ക്ലെൻസറാണ്. അപ്പോൾ അതിനെ ഗോൾഡൻ ക്ലെൻസർ എന്നും പറയാറുണ്ട്. അത്രയ്ക്കേ ഉള്ളൂ. അല്ലാണ്ട് ഇത് ഒരു ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടും അതിന് വേണ്ടിയിട്ടും നമ്മൾ കൊടുക്കുന്നതല്ല. നോർമലി എല്ലാ ദിവസവും ഇത് ഉപയോഗിക്കുന്നുണ്ട്, കുഴപ്പമില്ല. എന്താ കാര്യം വെച്ചാൽ പൊല്യൂഷന്, കെമിക്കൽസ്, അതേ പ്രകാരം തന്നെ നമ്മുടെ സൈക്കോളജി, നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ ടൈം, ഇതേ പ്രകാരം തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ ചേർത്തിരിക്കുന്ന കളേഴ്സ്, കെമിക്കൽസ്, ഇതൊക്കെ കാരണം കൊണ്ട് ഉണ്ടാവുന്ന അസുഖങ്ങളാണ്. അപ്പം അതിനെ ഒന്ന് ആശ്വാസം നൽകാൻ വേണ്ടിയിട്ട് നമുക്കിത് ഹെൽപ്ഫുള്ളാണ്. അപ്പം ഇതൊരു ട്രീറ്റ്മെൻ്റ് അല്ല, ഇത് എല്ലാവർക്കും ഉള്ളതാണ്. വീണ്ടും എലർജി കേസുകൾക്ക് നമുക്ക് നല്ലൊരു ഓപ്ഷൻ ഉണ്ട് കുർക്കുമ എലിക്സോർ വെച്ചിട്ട് തന്നെ. എന്താണ് നമ്മൾ ചെയ്യുന്നത്? പഴയ ബോട്ടിൽ കുർക്കുമ എലിക്സർ ആയിരുന്നു, പുതിയ ബോട്ടിൽ എലിക്സോർ എന്നാണ്. കാരണം നമ്മൾ ഇൻ്റർനാഷണൽ ഇതിൽ മാർക്കറ്റിൽ നമ്മുടെ പേര് എലിക്സോർ എന്നാക്കി മാറ്റിയിരിക്കുകയാണ്. വിദേശ രാജ്യങ്ങൾ നമ്മളടുത്ത് തന്നെ നമ്മൾ ഓൾറെഡി പ്രോസസ്സിങ് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ എന്നാ സ്റ്റാർട്ട് ചെയ്യാമെന്ന് നമ്മൾ അതിന് വേണ്ടി കാത്തിരിക്കുകയാണ്. എലർജി, ESR അങ്ങനെയുള്ള ആൾക്കാർക്ക് വളരെ സിമ്പിളാണ്. ചെറിയൊരു ഗ്ലാസ്സിൽ ഇളം ചൂടുവെള്ളം, ലൈറ്റ് ചൂടുവെള്ളം, അതിൽ ഹാഫ് ചെറുനാരങ്ങന് നീര് പിഴിഞ്ഞിടുക. എന്നിട്ട് ആ പിഴിഞ്ഞ വെള്ളത്തിൽ ഒരു തുള്ളി തേനാണ് കേട്ടോ, ഹണി, ക്യാൻ ബി എനി ടൈപ്പ് ഓഫ് ഹണി, ഏത് തരത്തിലുള്ള തേനാണെങ്കിലും കുഴപ്പമില്ല, ഒരു തുള്ളി മതി. അത് കഴിഞ്ഞതിന് ശേഷം അത് നമ്മൾ അതിരാവിലെ അതേപോലെ വൈകിട്ട് കുടിക്കുക. അപ്പോൾ നമുക്ക് നല്ല ആശ്വാസം കിട്ടും. വിത്തിൻ 15 to 20 days യു ക്യാൻ സീ ദ ചേഞ്ചസ്. പക്ഷേ ഇഫ് ഇറ്റ് ഈസ് നോട്ട് ചേഞ്ചിങ്, ഇറ്റ് ഈസ് എ ഡിസീസ് വിച്ച് ഹാസ് ടു ബി ക്യൂർഡ് ബൈ യുവർ പ്രാക്ടീഷണർ. അതർവൈസ് അത് നോർമലി 80 to 90% ആൾക്കാർക്ക് റിസൾട്ട് കിട്ടാൻ കാരണം അത് കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങളുടെ ഒരു ശുദ്ധീകരണം നടന്ന സമയത്താണ്. അത്രയ്ക്കേ ഉള്ളൂ, അല്ലാണ്ട് പ്രത്യേകിച്ചില്ല. ഇതിൽ പ്രത്യേകിച്ച് ഇമ്പോർട്ടൻ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ ഫ്രിഡ്ജ് ഫുഡ് 100% പാചകം ചെയ്ത ഫുഡ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ 100% അത് അവോയ്ഡ് ചെയ്തേ പറ്റൂ. അപ്പോൾ അതാണ് ഏറ്റവും ഫസ്റ്റ് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന വിഷയം. പിന്നെ പാക്കറ്റ് ഫുഡ് 100% നമ്മൾ അവോയ്ഡ് ചെയ്യുന്ന വേണം. ഹോട്ടലും പാക്കറ്റും ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വീട്ടിലുണ്ടാവുന്നത് എന്താണ്? പാചകം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുന്ന ഫുഡ് അത് നമുക്ക് ദോഷം തന്നെയാണ്. ഇതൊക്കെയാണ് എലർജീൻ്റെ കാരണങ്ങൾ. ഇത് ഒരു സോറിയാസിസ് അല്ല, സോറി, നമ്മുടെ വെരിക്കോസ് വെയിനിൻ്റെ ഒരു കേസായിരുന്നു. അദ്ദേഹം നല്ല വിശ്വാസത്തോടുകൂടിയാണ് ഇത് ഉപയോഗിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന അദ്ദേഹം ആദ്യത്തെ ആഴ്ച എടുത്ത ഫോട്ടോഗ്രാഫ്, രണ്ടാമത്തെ ആഴ്ച എടുത്ത ഫോട്ടോഗ്രാഫ്, അഞ്ചാമത്തെ ആഴ്ച, ഏഴാമത്തെ ആഴ്ച, അങ്ങനെ ആൾ യൂസ് ചെയ്ത പ്രൊഡക്റ്റുകൾ കുർക്കുമ എലിക്സോർ, ഹീമോ കെയർ എന്താ വെച്ചാൽ മുറിവ് ഉണങ്ങാൻ വേണ്ടിയിട്ട്, അതേ പ്രകാരം തന്നെ ഒമേഗ 369. അഗെയിൻ, ഈസ് ഇറ്റ് എ മെഡിസിൻ? നോ സർ, സോറി, ഇറ്റ് ഈസ് നോട്ട് എ മെഡിസിൻ. ക്യാൻ ബി യൂസ് ബൈ എനി പേഴ്സൺ, എവറി പേഴ്സൺ. കുട്ടികൾക്ക് പോലും നമ്മൾ ഹീമോ കെയർ കൊടുക്കാറുണ്ട്. എന്താ കാര്യം വെച്ചാൽ ബ്ലഡ് കൗണ്ട് അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. ഒമേഗ 369 നോർമലി ചണപ്പയർ അങ്ങനെയൊക്കെ എക്സ്ട്രാക്ട് ചെയ്യുന്നതാണ് കോമൺ ആയിട്ട് എടുക്കുന്നത്. മത്സ്യങ്ങളിൽ നിന്നുണ്ട്, കൊഴുവ അങ്ങനെയുള്ള മീൻ, അങ്ങനെയുള്ള കടൽ മത്സ്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് കിട്ടാറുണ്ട്. അതർവൈസ് സസ്യത്തിൽ നിന്ന് കിട്ടുന്നത് ഏറ്റവും കൂടുതൽ ചേമ്പിന്, മറ്റേ ചണപ്പയർ തന്നെയാണ് ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ പറയുന്നത്. പിന്നെ ഹീമോ കെയർ ഇതേ പ്രകാരം തന്നെ അത് നമ്മൾ ആമ്പൽ പൂവ് അങ്ങനെയുള്ള കാര്യത്തിൽ നിന്നും ഒക്കെ എടുക്കുന്ന എക്സ്ട്രാക്റ്റ് ആണ്. അപ്പോൾ സഹായിക്കുന്നു മാത്രമേ ഉള്ളൂ. സോ ഇറ്റ് ഡസ് ഹെൽപ്പ്. എന്നിട്ട് അതിൻ്റെ ചില ആൾക്കാർ അതിൻ്റെ റിസൾട്ടുകൾ നമുക്ക് അയക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ വളരെ നല്ലൊരു കാര്യമാണ്. തൈറോയ്ഡ് അങ്ങനെയുള്ള വ്യക്തികൾക്ക് നമ്മൾ കോമൺ ആയിട്ട് രാവിലെ കുർക്കുമ എലിക്സോറിൻ്റെ പ്രകാരം വൈകിട്ട് നോനി ജ്യൂസ് കഴിക്കാൻ പറയാറുണ്ട്. അപ്പോൾ എക്സ്ട്രാക്ട് ചെയ്തിരിക്കുന്ന നോനി ജ്യൂസ് വൈകിട്ട് കഴിക്കാൻ പറയാറുണ്ട്. നോനി ജ്യൂസ് കഴിക്കുന്ന സമയത്ത് പറ്റെങ്കിൽ അശോക മരത്തിൻ്റെ ഒരു തൊലിയുണ്ട്, അശോക എന്ന് പറയുന്ന ഒരു മരമുണ്ട്, അലങ്കാര മരമാണ്. അതിൻ്റെ സ്കിന്ന്, അതിൻ്റെ ബാർക്ക്, അത് നമുക്ക് ആയുർവേദ ഷോപ്പിൽ നിന്ന് കിട്ടും. ഒരു കഷ്ണം മതി, തിളപ്പിച്ചാറിയ വെള്ളത്തിൽ നമ്മൾ നോനി ഒഴിച്ചിട്ട് രാത്രി കിടക്കുന്ന സമയത്ത് കഴിക്കുക. ഇത് പ്രകാരം തന്നെ പീരിയഡ്സ് സംബന്ധിച്ച് റെഗുലേഷന് വേണ്ടി നമ്മുടെ ഒരു സപ്ലിമെൻ്റ് ആണ് മെൻസുറ കെയർ. അപ്പോൾ മെൻസുറ കെയർ എന്താ വെച്ചാൽ
അഗെയിൻ ഇത് ലേഡീസിന് തന്നെ കഴിക്കണം എന്ന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. കാരണം മെൻസുറ കെയറിലൊക്കെ എന്താണ് ഏറ്റവും കൂടുതൽ ശതാവരി ഉണ്ട്, ചെമ്പരത്തി ഉണ്ട്, ചെമ്പരത്തിന്റെ മുട്ടുണ്ട്, അങ്ങനെയുള്ള കടുക്കയുണ്ട്, അങ്ങനെയുള്ള ഒരുപാട് അശ്വഗന്ധ ഉണ്ട്, ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ നാച്ചുറൽ ആണ്, അത്രയ്ക്കുള്ളൂ. ഇതൊരു മെഡിസിൻ അല്ലേ അല്ല. ക്യാൻ ബി ഈവൻ ഇഫ് ബോയ് ഈസ് യൂസിങ് മെൻസുറ കെയർ, നോ ഇഷ്യൂസ്. കാരണം എന്താണ് അത് ലേഡീസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ സാധനമല്ല, മെഡിസിൻ അല്ല. കുട്ടികൾക്ക് കൊടുക്കണോണ്ടും കുഴപ്പമില്ല. പക്ഷേ എന്താ കഴിച്ചാൽ മെൻസുറൽ കെയർ നോർമലി ഫുഡിൻ്റെ ഒപ്പമാണ് നമ്മൾ കഴിക്കുക. എന്താ കഴിച്ചാൽ ഫുഡിൻ്റെ ഒപ്പം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതുകൊണ്ട് ബുദ്ധിമുട്ട്. ഇനി ഒന്ന് മാത്രമേ മനസ്സിലാക്കുക, എന്തെങ്കിലും തരത്തിൽ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് വയറ്റിലോ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ ഏതെങ്കിലും പ്രൊഡക്റ്റിനെ കുറിച്ച് ബുദ്ധിമുട്ടോ തോന്നുകയാണെങ്കിൽ, ഗ്യാസ് ട്രബിളോ അങ്ങനെ തോന്നുകയാണെങ്കിൽ, നമുക്ക് എരിച്ചൽ പുകച്ചൽ തോന്നുകയാണെങ്കിൽ നമുക്ക് ഡൈജസ്റ്റോ ഗാർഡ് നമുക്ക് യൂസ് ചെയ്താൽ മതി. എന്താ കാര്യം വെച്ചാൽ ചില സസ്യങ്ങൾ നമുക്ക് പറ്റില്ല. ഇപ്പം ക്യാബേജ് ചില ആൾക്കാർക്ക് പറ്റില്ല. അങ്ങനെയുള്ള പല വിഷയങ്ങളുണ്ട് അല്ലേ. അപ്പം നമ്മൾ പലരുടെ ബോഡി പല ടൈപ്പാണ്. ഇവിടെ ഫുഡായ കാരണം കൊണ്ടാണ് ഞാൻ പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് എ മെഡിസിൻ. വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്. പ്രഗ്നൻസി ബുദ്ധിമുട്ടുള്ള വ്യക്തികൾ 101% ദേ മസ്റ്റ് ഗോ ത്രൂ ദെയർ മെഡിക്കൽ ഇത് അവർ കടന്നു പോകണം. പക്ഷെ അതിൻ്റെ കൂടെ ചില സപ്ലിമെന്റ്സ് യൂസ് ചെയ്യാം. എന്താ കാര്യം വെച്ചാൽ കുറുക്കുമ്പ എലിക്സോർ എന്താ ചെയ്യുന്നത് വെച്ചാൽ ബോഡീനെ ഡീടോക്സിഫൈ ചെയ്യാൻ സാധിക്കും. അത്രയ്ക്കേ ഉള്ളൂ. അല്ല, സ്പൈറുലിന പ്രോട്ടീൻ കണ്ടന്റ് കൂട്ടാണ്. ഒമേഗ 369 സ്പേമിന്റെ മോട്ടിലിറ്റി അങ്ങനെയുള്ള കാര്യങ്ങൾ. ഹീമോ കെയർ ബ്ലഡിന്റെ ഇമ്പ്യൂരിറ്റീസ്. മെൻസുറ കെയർ പീരിയഡ്സിന്റെ റെഗുലേഷന് വേണ്ടിയിട്ടുള്ള സസ്യങ്ങൾ. ഇതേപോലെ ഗ്ലൂത്താസിങ്ക് സ്പേം ക്വാണ്ടിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യും. ഇതേപോലെ ബോഡിയിലത്തെ ഉഷ്ണം കളയുന്നത് വളരെ നല്ലതാണ്. കാരണം ഏറ്റവും കൂടുതൽ ഉഷ്ണം കെട്ടിക്കിടക്കുന്നത് അബ്ഡോമിനൽ ഏരിയയിലാണ്. ഇവിടെ ഒരു ബക്കറ്റ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ വലിയൊരു ബക്കറ്റ് എടുക്കുക. വലിയൊരു ബക്കറ്റിൽ സാധാരണ കെൻറ്റീന്ന് കോരിയ വെള്ളം. ഫ്ലാറ്റുകൾ താമസിക്കുന്ന വ്യക്തിയാണെങ്കിൽ വെള്ളം ചൂടായിരിക്കും പൈപ്പിൽ നിന്ന് വരുന്നത്. അപ്പോൾ എന്ത് അവർക്ക് ചെയ്യാൻ പറ്റുക, രാത്രി വെള്ളം പിടിപ്പിക്കുക. ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളൊക്കെ ഞാൻ അങ്ങനെയാണ് ചെയ്യുക. രാത്രി വെള്ളം പിടിച്ച് വെച്ച് കഴിഞ്ഞതിന് ശേഷം അതിൽ ഒരു 10-20 മിനിറ്റ് നമ്മൾ ഇരുന്നാൽ മതി. കുട്ടികൾ പെട്ടെന്ന് ഇരിക്കും. അപ്പോൾ ഇത് കോൺസ്റ്റിപ്പേഷനും ഒരു സേഫ് സൊല്യൂഷനാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതലാണെങ്കിൽ 100% നമുക്ക് അതിൻ്റെതായ വൈദ്യസഹായം വേണം. അതർവൈസ് വീട്ടിൽ ചെയ്യാവുന്ന പല വിഷയങ്ങളാണ്. ശരീരത്തിൻ്റെ ഉഷ്ണം തന്നെയാണ്. ഈവൻ സ്പേം കൗണ്ട് ക്വാളിറ്റി കൂട്ടാൻ ആയുർവേദമുള്ള പല സിസ്റ്റത്തിൽ ഇത് പറയാറുണ്ട്. ടബ് ബാത്ത്, നിതംബ സ്നാനം, കാല് പുറത്തേക്കായിരിക്കണം, അബ്ഡോമിനൽ ഏരിയ മാത്രം വെള്ളത്തിൽ. അപ്പോൾ അത് എത്രയാണ്, ഒരു 20 മിനിറ്റ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇതേ പ്രകാരം തന്നെ വെരിക്കോസ് വെയിൻകാർക്ക് നല്ലൊരു ഓപ്ഷൻ ഉണ്ട്. ഏറ്റവും കൂടുതൽ വെരിക്കോസ് വെയിൻകാർ എക്സസൈസ് ആണ് ചെയ്യേണ്ടത്. ഞാൻ അതിന് ഇട്ടിരിക്കുന്ന ഒരു പേര് എത്തിച്ചു നോക്കൽ എന്നാണ്. ഉറപ്പായിട്ട് അതിന് വേറെ നല്ല പേരുകളൊക്കെ കാണും. എത്തിച്ചു നോക്കൽ എന്താ വെച്ചാൽ മതിലിൻ്റെ അപ്പുറത്ത് എത്തിച്ചു നോക്കുന്ന പോലെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഇത് നമുക്ക് ഇരുന്നുകൊണ്ടും ചെയ്യാം, നിന്നുകൊണ്ടും ചെയ്യാം. ഇടയ്ക്കൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. ഏറ്റവും കൂടുതൽ നിന്നിട്ട് ജോലി ടീച്ചേഴ്സ്, മുടിവെട്ട് കടയിൽ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇരുന്നുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഡ്രൈവേഴ്സ്, അങ്ങനെയുള്ള വ്യക്തികൾ. അപ്പോൾ പലർക്കും പല സാഹചര്യങ്ങളാണ്. അപ്പോൾ വെരിക്കോസ് വെയിന് വീണ്ടും പല ടൈപ്പ് ഉണ്ട് കേട്ടോ. ഇപ്പം ഇത് ബേസിക് ടൈപ്പ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്ന് കിട്ടാറുള്ളൂ, റിസൾട്ടും കാര്യങ്ങളും കിട്ടാറുള്ളൂ. ഇപ്പം അതിനുള്ള ഒരുപാട് നല്ല ചികിത്സയും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ വീട്ടിൽ വെച്ച് ചെയ്യാവുന്നതിന് പൊട്ടിയ വെരിക്കോസ് വെയിൻ ആയിരുന്നെങ്കിൽ വിത്ത് യുവർ നോർമൽ മെഡിക്കേഷൻ നിങ്ങൾക്ക് ഹീമോ കെയർ കൂടെ യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇനി നിങ്ങളുടെ വൈദ്യൻ പറയണം അത് ഉപയോഗിക്കേണ്ടെന്ന് പറഞ്ഞാൽ ഉപയോഗിക്കേണ്ട, അത്രയ്ക്കേ ഉള്ളൂ. പക്ഷേ അതർവൈസ് യു ക്യാൻ യൂസ് ഇറ്റ്. പിന്നെ കാൽപാതേൻ്റെ അടിയിലൊക്കെ പറ്റുന്നത് നല്ലതാണ്. ഉറക്കക്കുറവ്, അങ്ങനെയുള്ള കാലിലത്തെ സ്ട്രെയിൻ കളയാൻ. മുറിവുകളുമേ ഒരിക്കലും എണ്ണ പറ്റരുത് കേട്ടോ. അത് പ്രത്യേകിച്ച് ഞാൻ പറയുകയാണ്. കുറുക്കും എലിക്സർ 2 നേരം നമ്മൾ യൂസ് ചെയ്യും. അപ്പം അങ്ങനെയുള്ള ഗുണങ്ങളാണ് വെരിക്കോസ് വെയിന്. ലിവർ ഫോർട്ടിഫൈ ചെയ്യാൻ. ലിവർ ഫോർട്ടിഫൈ ആകുമ്പോൾ തന്നെ ലിവറിൻ്റെ സ്ട്രെങ്ത് നമുക്ക് കൂടാൻ പറ്റും. അതിന് ബെസ്റ്റ് മഞ്ഞൾ തന്നെയാണ്, യാതൊരു സംശയമില്ല. അതർവൈസ് ലിവാക്സ് പ്രോ നമുക്ക് യൂസ് ചെയ്യാം. ലിവാക്സ് പ്രോ നേരത്തെ പറഞ്ഞ പ്രകാരം കല്ലുരുക്കി കീഴാറുന്നില്ല, അങ്ങനെയുള്ള അശ്വഗന്ധ, അങ്ങനെയുള്ള ഒരുവിധം കണ്ടൻസിൽ നിയർലി സംതിങ് കംസ് കോമൺ. അപ്പോൾ ആർക്കും എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷേ ലിവർ വീക്ക് ആണെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നീരിളക്കം, ചുമ, പനി ഇതൊക്കെ റെഗുലറായിട്ട് വരാൻ തുടങ്ങും. കാലം പോണ അനുസരിച്ച് ഇവിടെ കാര്യം മനസ്സിലാക്കുക. കൊളസ്ട്രോൾ ആണെങ്കിലും ഹാർട്ട് അറ്റാക്ക് ആണെങ്കിലും സ്ട്രോക്ക് ആണെങ്കിലും വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങുന്ന ചില കാര്യങ്ങൾ, വർഷങ്ങൾക്ക് മുൻപ്. ഇറ്റ് ഡസൻ സ്റ്റാർട്ട് ഇൻ 1 സിംഗിൾ ഡേ. നിങ്ങൾ കഴിക്കുന്ന മെഡിസിന് റിസൾട്ട് കിട്ടാത്തതിൻ്റെ കാരണം എന്താ? നിങ്ങൾ മെഡിസിൻ കഴിക്കുന്നുണ്ട് 10 mg, പതുക്കെ 20 ആയി, 30 ആയി, 40 ആയി കൂടിക്കൊണ്ടിരിക്കുകയാണ്. വാട്ട് ഈസ് ദ റീസൺ? യു ആർ നോട്ട് റെഡി ടു ചേഞ്ച് യുവർ. നിങ്ങൾ നിങ്ങളുടെ ജീവിതം മാറ്റാൻ തയ്യാറല്ല, നിങ്ങളുടെ ആഹാര രീതി മാറ്റാൻ തയ്യാറല്ല.
അപ്പോൾ അത് എങ്ങനെ മാറ്റണം എന്നുള്ള ക്ലാസ്സുകളാണ് ഞാൻ വേറെ സ്ലൈഡുകളിലൊക്കെ വീഡിയോസിൽ ഉണ്ടാക്കിയത്. അപ്പോൾ ഡൈജഷൻ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഡൈജഷന് വേണ്ടിയിട്ട് നമുക്ക് അപ്പോൾ ബ്ലഡ് കൗണ്ട് കൂട്ടാൻ വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ പ്രകാരം തന്നെ എന്തൊക്കെ ചെയ്യാം? omega 369, സ്പൈറുലിന, അതേ പ്രകാരം തന്നെ നമുക്ക് ഹീമോ കെയർ നമുക്ക് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. ഇത് നോക്കേ, ഡൈജഷൻ നമുക്ക് വലിയൊരു വിഷയം തന്നെയാണ്. അപ്പോൾ ഡൈജഷൻ വലിയ ഇത് ആയി മാറണതിന് കാരണം എന്താ വെച്ചാൽ ഇന്ന് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ, ഇപ്പോൾ ക്രിസ്മസ് സീസൺ ആയിക്കോട്ടെ, അല്ലെങ്കിൽ എവിടെയെങ്കിലും സദ്യയോ കാര്യങ്ങൾ കിട്ടുകയാണെങ്കിൽ നമ്മളൊക്കെ വെട്ടി മിണുങ്ങാണ്. നമ്മൾ വെട്ടി മിണുങ്ങുന്ന സമയത്ത് ഒന്നും അത്ര ചിന്തിക്കുക, ഇത് നമ്മുടെ വയറ് തന്നെയാണ്. ഈവനിങ് ടൈമിൽ ഓൾവേസ് ഹാവ് യുവർ ഫുഡ് ബൈ 7:30, കാരണം ഡൈജഷൻ ടൈമിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഈവനിങ് 7 PM 7:30ഓടുകൂടി കഴിച്ചു കഴിഞ്ഞാൽ ഡൈജഷൻ നമുക്ക് കിട്ടും. പിന്നെ അതേപ്രകാരം തന്നെ വേവിച്ച ആഹാരം ഒരു കാരണവശാൽ ആഫ്റ്റർ 7:30 പാടില്ല. പച്ചയായ പച്ചക്കറികൾ കാര്യങ്ങളൊക്കെ മാത്രമേ നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അതൊക്കെ പറയുന്നതിൻ്റെ കാരണം, ദഹനം തെറ്റുമ്പോഴാണ് യഥാർത്ഥത്തിൽ വലിയ രോഗത്തിലേക്ക് കിടക്കുന്നത്, എന്ന് പറഞ്ഞാൽ ഡയബറ്റീസ് പോലുള്ള രോഗത്തിലേക്ക്. നമ്മൾ അത് മാറ്റാൻ നമ്മൾ തയ്യാറല്ല. നമ്മൾ ന്യായീകരണം കാണുമ്പോൾ ഫൈനലി യുവർ മെഡിസിൻസ് ഗോ ഓൺ ഇൻക്രീസിങ്, യു ആർ നോട്ട് റെഡി ടു ചേഞ്ച്. എൻ്റെ ഫ്രണ്ട്സ് എല്ലാം ഡോക്ടേഴ്സാണ്, എൻ്റെ ബാച്ചിലുള്ളവർ എല്ലാവരും ഡോക്ടേഴ്സാണ്. കാരണം അവർ പറഞ്ഞിരിക്കുന്നു, സാറേ ഞങ്ങൾക്ക് ഉപദേശിക്കാൻ താല്പര്യമില്ല, കാരണം ഫസ്റ്റ് ഓഫ് ഓൾ വി ഡോണ്ട് ഹാവ് ടൈം ടു സീ ദ പേഷ്യൻസ് ഇറ്റ് സെൽഫ്. അത് കഴിഞ്ഞതിന് ശേഷമല്ലേ ഞങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ. അപ്പോൾ യു ഡു യുവർ ഡ്യൂട്ടി, സാറിൻ്റെ ഡ്യൂട്ടി ചെയ്തോളൂ, കേൾക്കുന്നവർ കേട്ടട്ടെ, അത്രയ്ക്കേ ഉള്ളൂ. അപ്പോൾ അവർ പറയുന്നത് ഭാഗം കറക്റ്റാണ് എന്ന് എനിക്ക് തോന്നി. അപ്പോൾ കേൾക്കുന്നവർ കേൾക്കുക. ഇത് പൂപ്പലിൽ നിന്ന് എടുത്തിരിക്കുന്ന ഗ്യാസ് ട്രബിൾ കാര്യങ്ങൾ, ദഹനക്കേട്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ഇപ്പോൾ വീട്ടിൽ വെക്കുക നല്ലതാണ്. അത്യാവശ്യം എമർജൻസി ഒക്കെ വരുന്ന സമയത്ത് പെട്ടെന്ന് വയറുവേദന എന്തെങ്കിലും വന്നു, ദഹനക്കേട് വന്നു, കുട്ടികൾക്ക് ഉണ്ടായി, ആർക്കുണ്ടായി, അല്ലെങ്കിൽ വയറ് സ്തംഭനം, കൂടുതൽ ഭക്ഷണം കഴിച്ചതിൻ്റെ അത് അങ്ങനെ കെട്ടിക്കിടക്കുന്നു, സിമ്പിളാണ്. ഒരു തരം പൂപ്പലയിൽ നിന്ന് ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഡയസ്റ്റേസ് പെപ്സിൻ. വയറ്റിൽ നോർമലിലുള്ളതാണ്, പക്ഷേ വയറ്റിൽ നിന്ന് അത് നഷ്ടപ്പെടാൻ കാരണം നമ്മുടെ ആഹാര രീതിയും അങ്ങനെയുള്ള റെഡിമെയ്ഡ് ഫുഡുകളും കാര്യങ്ങളും തന്നെയാണ്. അപ്പോൾ അതിനെ തിരിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ഡൈജഷൻ പ്രോപ്പറായി മാറാണ്. അതോ അവിടെയാണ് നമുക്ക് ഈ ഡൈജസ്റ്റോ ഗാർഡ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയി മാറുന്നത്. അടുത്തത് അടുത്തത് ബ്ലോക്ക് സ്ട്രോക്ക് എന്നുള്ള വ്യക്തികൾക്ക് കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, കാരണം ഇത് മെഡിസിൻ അല്ല. പ്രത്യേകിച്ച് അതുകൊണ്ട് അവർക്ക് റിസൾട്ട് കിട്ടും എന്ന് ഒരിക്കലും നമ്മൾ പറയാറുമില്ല. എന്താ കാര്യം വെച്ചാൽ ബോഡിയിൽ കെട്ടിക്കിടക്കുന്ന അഴുക്കോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൻ പോവാൻ സഹായിക്കും. അത്രയ്ക്കേ ഉള്ളൂ. ഇനി അഥവാ നിങ്ങളുടെ വൈദ്യൻ പറയാണ്, ഡോക്ടർ പറയാണ് കുറുക്കുമ്പോയ്ക്ക് ഉപയോഗിക്കേണ്ടെന്ന് പറഞ്ഞാൽ ഡോണ്ട് യൂസ് ഇറ്റ്, അത്രയ്ക്കേ ഉള്ളൂ. ദർ ഇസ് നോ ജസ്റ്റിഫിക്കേഷൻ ബിയോണ്ട് ഇറ്റ്. പക്ഷേ അറ്റ്ലീസ്റ്റ് ഹെയർ ഓയിൽ നമുക്ക് ഓൾ ഇൻ വൺ ഓയിൽ നമുക്ക് യൂസ് ചെയ്യാം, കാരണം നല്ലൊരു ഉറക്കം കാര്യങ്ങൾ കിട്ടുന്നത് നമുക്ക് ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ ഉറക്ക ഗുളിക കഴിക്കാനേക്കാളും ബെറ്റർ ഇത് കാൽപാതേൻ്റെ അടിയിൽ പറ്റി കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം വരാണെങ്കിൽ എന്താ വിഷമം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷെ പല വ്യക്തികൾക്ക് ഇതുകൊണ്ട് പല നല്ല അനുഭവങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതുകൊണ്ടും കുഴപ്പമില്ല, വിഷയമില്ല. പേസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പ്രകാരം ഈ പേസ്റ്റ് എന്താ കഴിച്ചാൽ ഇതിൽ വേപ്പ് ഉണ്ട്, ബബൂൾ ഉണ്ട്, കറ്റോറ, അലോവേര ഉണ്ട്, ലോങ് ഉണ്ട്. ദർ ആർ മെനി പേസ്റ്റ് വിച്ച് ആർ വെരി ഗുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പരസ്യങ്ങൾ കൊടുക്കാറില്ല. മോസ്റ്റ്ലി അവൈലബിൾ ത്രൂ മെനി ഡിഫറെൻറ്റ് ഡയറക്റ്റ് മാർക്കറ്റിംഗ് കമ്പനീസ്. അപ്പോൾ അവർ എന്താ വെച്ചാൽ ദേ ഓൾവേസ് ഗിവ് ഗുഡ് തിങ്സ്. അതല്ലാതെ തന്നെ മാർക്കറ്റിലും അവൈലബിൾ ആണ്, ബട്ട് ദോസ് തിങ്സ് ആർ വെരി കോസ്റ്റ്ലി ടു. അപ്പൊ ഇവിടെ ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക, പേസ്റ്റ് നമ്മൾ അങ്ങനെ ചെയ്യാൻ പറയുന്നതിന് കാരണം എന്താ വെച്ചാൽ എവറി പേസ്റ്റ് ഹാസ് ഇറ്റ്സ് ഓൺ വാർണിങ്സ്. എല്ലാ പേസ്റ്റും എഴുതിയിട്ടുണ്ട് യൂസ് ഓൺലി പീ സൈസ്, 10 മണിൻ്റെ അത്രയ്ക്ക് ഉപയോഗിക്കാവോ, 5 വയസ്സിനെക്കാളും 12 വയസ്സിനെക്കാളും. പല പേസ്റ്റുകൾ പല വാർണിങ്ങുകളാണ് എഴുതിയിരിക്കുന്നത്. അവർ വ്യക്തമായിട്ട് അത് എഴുതി വെച്ചിട്ടുണ്ട്, ഇതിൽ ഇതൊക്കെ ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അപ്പോൾ എന്താ കാര്യം വെച്ചാൽ അത് വായിക്കേണ്ട കടമ നമ്മുടേതാണ്. കാരണം വി ഹാവ് നോ റൈറ്റ് ടു ക്വസ്റ്റ്യൻ ദോസ് കമ്പനീസ്, ബിക്കോസ് ദേ വിൽ ബി ടെല്ലിങ് സംതിങ്. പക്ഷെ അവരേൽ വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. അപ്പോൾ എന്താ കാര്യം വെച്ചാൽ പല ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടാക്കുന്നത്. ഇവിടെ ഒന്ന് മാത്രമേ ചിന്തിക്കുക, പഴയ കാലത്ത് ഉമ്മക്കേരും കാര്യങ്ങളും മാത്രം ഉപയോഗിച്ചിരുന്ന ഒരു കാലത്ത് ഒരു പക്ഷേ ഡെൻറ്റൽ ഇഷ്യൂസ് കുറവായിരുന്നു. ഇന്നത് കൂടാനുള്ള കാരണം കണ്ണി കണ്ട ലോക്കൽ പേസ്റ്റുകളും കാര്യങ്ങളാണ്. അപ്പോൾ അത് നമ്മൾ അതിൽ മാറ്റാം. ഇത് പ്രകാരം തന്നെ ഓണിയൻ ഷാമ്പു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും മുടി നരയ്ക്കാനും കൊഴിയാനുള്ള കാരണം, മുടി നരച്ചൽ കൊഴിയാനുള്ള കാരണം അൺനാച്ചുറൽ pH ബാലൻസ് കറക്റ്റ് അല്ലാത്ത ഷാമ്പുകളാണ്. മാർക്കറ്റിൽ ഇഷ്ടം പോലെ ഷാമ്പു അവൈലബിൾ ഉണ്ട്, പക്ഷെ അതിൽ വളരെ നല്ലത് ഏതാണെന്ന് നോക്കാം. ഡോണ്ട് ലുക്ക് അറ്റ് വാട്ട് ദേ പ്രോമിസ്, ലുക്ക് അറ്റ് വാട്ട് ആർ ദ ഇൻഗ്രീഡിയൻസ് പെർസെൻറ്റേജ്. ഈ വക കാര്യങ്ങൾ നമ്മൾ നോക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അപ്പം ഇതിൽ എന്താണ് കൂടുതൽ ഇട്ടിരിക്കുന്നത്? ഇതിൽ
ഓണിയൻ ആണ്. ഓണിയൻ ഷാമ്പൂ എന്ന് പറഞ്ഞാൽ ഓണിയൻ സീഡ്സിൽ നിന്ന് എടുത്തിരിക്കുന്ന, റെഡ് ഓണിയൻ സീഡ്സിൽ നിന്ന് എടുത്തിരിക്കുന്ന എക്സ്ട്രാക്റ്റ് ആണ്. സബോളയിൽ നിന്ന് എടുത്തിരിക്കുന്ന എക്സ്ട്രാക്റ്റ് ആണ്. ഇതേ പ്രകാരം തന്നെ ഇതിൽ നമ്മൾ കരിഞ്ജീരകത്തിൻ്റെ ഇത് കൂടെ ബ്ലാക്ക് സീഡ് ഓയിലും നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പം തലയിലത്തെ ചൊറിച്ചൽ കാര്യങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് വളരെ ആവണ്ടും നാച്ചുറൽ pH ബാലൻസ് ചെയ്ത് ഉണ്ടാക്കിയതാണ്. ഈവൻ തലയിലത്തെ സോറിയാസിന് പോലും ആശ്വാസം കൊടുക്കാൻ ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ആശ്വാസം എന്ന് ഞാൻ പറയുള്ളൂ. കാരണം വല്ലാണ്ട് കൂടുതലുള്ളവർക്ക് ഉറപ്പായിട്ട് അവർക്ക് അവരുടേതായ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ പോകാം. പക്ഷേ ഇത് വരാതിരിക്കാൻ ഡാൻഡ്രഫ് അങ്ങനെയുള്ള മുടി കൊഴിച്ചൽ അങ്ങനെയുള്ള കാര്യങ്ങൾ അതിനൊക്കെ ഒഴിച്ച് മാറ്റാനൊക്കെ അത്യുത്തമം നമുക്ക് റിസൾട്ട്. അപ്പം ഞാനിതെങ്ങനെ യൂസ് ചെയ്യുന്നത് വെച്ചാൽ കുളിക്കുന്ന സമയത്ത് തലയൊട്ടീൻ്റെ മുകളിൽ നന്നായിട്ട് മസാജ് ചെയ്ത് പിടിക്കുക. സ്കാൽപ്പിൻ്റെ മുകളിൽ മസാജ് ചെയ്താൽ അത് കഴിഞ്ഞതിന് ശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കഴുകി കളഞ്ഞാൽ ബാക്കിയുള്ള കുളി പിന്നെ ചെയ്യുക. എന്നിട്ട് ലാസ്റ്റിൽ തല കഴുകി കളഞ്ഞാൽ മതി. അപ്പോൾ ആ 10 മിനിറ്റ് ടൈമിങ് നമുക്ക് കിട്ടും. വളരെ നല്ലൊരു പ്രൊഡക്റ്റാണ്. പ്രത്യേകിച്ച് ഞാൻ ട്രാവലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉപയോഗിക്കുന്ന നല്ലൊരു പ്രൊഡക്റ്റാണ്. പൈൽസ്, ഫിഷർ, ഫിസ്റ്റൂള, മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ആർ ഹാവിങ് ദീസ് സ്റ്റഫ്. അത് ഇതിൽ ഒന്ന് മാത്രമല്ലോ, ഫുഡ് തന്നെയാണ്. ഞാൻ അടുത്ത വീഡിയോ പൈൽസ് ഫിഷേഴ്സിനെ കുറിച്ചിട്ട് ഞാനിടും. ഫുഡ് നമ്മൾ കൺട്രോൾ ചെയ്തേ പറ്റൂ. ട്രൈ ടു അവോയ്ഡ് ഓർ ഡിക്രീസ്, അവോയ്ഡ് അല്ലെങ്കിൽ ഡിക്രീസ് എന്ത് നോൺ വെജിറ്റേറിയൻ അല്ലെങ്കിൽ ഡൈജഷന് കൂടുതൽ ബുദ്ധിമുട്ട്. ഡൈജഷന് കൂടുതൽ വരുമ്പോൾ വാട്ടർ കണ്ടന്റ് കുറയും, അങ്ങനെയുള്ള പല ഇതാണ്. പിന്നെ കുടലിലുള്ള പല വിഷയങ്ങളും ഉണ്ട്. അപ്പോൾ ഇത് 3 ടൈപ്പ് ഉണ്ട്. ഇവിടെ ഒന്ന് മാത്രം മനസ്സിലാക്കുക. ഡയഗ്രാമിൽ വീണ്ടും ഞാൻ കാണിക്കുകയാണ്. എന്താ കാര്യം വെച്ചാൽ പൈൽസ്, എക്സ്റ്റേണൽ പൈൽസ് ഉണ്ട്, അത് പുറത്തേക്ക് തള്ളി വരുന്ന ടൈപ്പ് ഉണ്ട്. പിന്നെ എന്താണ് ഫിഷർ ഉണ്ട്, കുടലിൻ്റെ ഉള്ളിൽ, വൻകുടലിൻ്റെ ഉള്ളിൽ മുറിവുകൾ ഉണ്ടായിട്ട് ബ്ലഡ് വരും. അപ്പോൾ ഫ്രഷ് ബ്ലഡാണ് കാണാം. പിന്നെ ഫിസ്റ്റൂള ഉണ്ട്, അത് വളരെ പെയിൻഫുള്ളും വളരെയാണ്. അത് യഥാർത്ഥത്തിൽ കുടലിൻ്റെ ഉള്ളിൽ നിന്ന് മലദ്വാരത്തിൽ നിന്ന് സൈഡിൽ നിന്ന് ഇങ്ങനെ തുളഞ്ഞിട്ട് അവൻ കുരുകളായി പൊട്ടി നമ്മുടെ പുറത്തേക്ക് ബ്ലഡും പസ്സും അതുപോലെ അതിൻ്റെ കൂടെ മാലിന്യങ്ങൾ ഇങ്ങനെ തള്ളന ഒരു ഇതിലേക്ക് വരാണ്. അപ്പോൾ അതിന് നമ്മൾ കോമൺ ആയിട്ട് കൊടുക്കുന്നത് ഈ 3 കോമ്പിനേഷൻസ് ആണ്. പൈൽസ് എന്ന് പറയുന്ന ക്യാപ്സൂൾ ശരിക്കും ഇതിൽ എന്താ കാര്യം വെച്ചാൽ മറ്റേ കടുക്കയുണ്ട്, താനി ഉണ്ട്, ഇത് നെല്ലിക്കയുണ്ട്, അങ്ങനെയുള്ള പിന്നെ പെരിഞ്ചീരകം ഉണ്ട്. ഇതൊക്കെയാണ് കോമൺ ആയിട്ട് കൂടുതൽ ഇട്ടിരിക്കുന്നത്. ഏകദേശം ഇതിനോട് സാമ്യമുള്ള കോമ്പിനേഷൻ ലൈറ്റ് ഫീൽഡുണ്ട്. അപ്പോൾ പൈൽസിൻ്റെ ക്യാപ്സൂൾസ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് 3 വെച്ചിട്ട് 3 നേരം നമ്മൾ തുടക്കത്തിൽ 3 ദിവസമാണ് നമ്മൾ അങ്ങനെ യൂസ് ചെയ്യാറ്. അപ്പോൾ അത് ഏകദേശം ആശ്വാസം കിട്ടുന്നവരെ നമ്മൾ അങ്ങനെ ചെയ്യും. അതിന് ശേഷം 2 രാവിലെ 2 വൈകിട്ടും പിന്നെ 1 രാവിലെ 1 വൈകിട്ടും. ഇവിടെ ഞാൻ വീണ്ടും പറയാണ്, ഇപ്പോൾ ഫിഷറിൻ്റെ കേസാണ്. സിവിയർ ഇഷ്യൂസ് ആണെങ്കിൽ ദയവ് ഇത് ഇതിന് പോകരുത്. യു മസ്റ്റ് ഗോ ഫോർ യുവർ സർജറി. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ നിങ്ങളുടെ ഫുഡ് സ്റ്റൈൽ 100% ചേഞ്ച് ചെയ്യണം. എന്നാൽ മാത്രമേ അത് റിപ്പീറ്റ് ആവാണ്ടിരിക്കുള്ളൂ. ഇപ്പം എനിക്ക് ചിലപ്പോൾ ചില മീൻ, ഇപ്പം ചെമ്മീനൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കഴിക്കാനോണ്ട് കുഴപ്പമില്ല. ഇൻ കേസ് ഐ ഹാവ് ഇറ്റ്, ഞാൻ ഡൈജസ്റ്റോ ഗാർഡ് പോലെയുള്ള എന്തെങ്കിലും സപ്ലിമെൻറ്റ് വെച്ചിട്ട് അതിനെ ഡൈജസ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ രാത്രി കിടക്കുന്ന സമയത്ത് ലൈറ്റ് ഫീൽ കഴിച്ചിട്ട് കിടന്നു. അതുകൊണ്ടാണ് ലൈറ്റ് ഫീൽ നമ്മൾ കോമ്പിനേഷൻ കൊടുക്കാനുള്ള കാരണം. ഫൈബർ കണ്ടന്റ് ആണ്, അതും നാച്ചുറൽ ആണെന്ന് മാത്രമേ ഉള്ളൂ. രാത്രി കിടക്കുന്ന സമയത്ത് ചെറിയൊരു ടീസ്പൂൺ വെള്ളത്തിൽ കലക്കിയിട്ട് കുടിക്കുക കിടക്കുന്ന സമയത്ത്. അപ്പോൾ അത്രയ്ക്ക് മാത്രം മതി. അതുകൊണ്ട് നമുക്ക് ക്ലിയർ ആവണില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ക്വാണ്ടിറ്റി അടുത്ത ദിവസം കിടക്കുന്ന സമയത്ത് കൂട്ടിയാൽ മതി. സകലം ലൂസായിട്ട് പോണവർക്ക് ക്വാണ്ടിറ്റി സകലം കുറച്ചാൽ മതി. എന്താ വെച്ചാൽ മേജർ കണ്ടന്റ് പെരിഞ്ജീരകം തന്നെയാണ്. അതല്ലാതെ തന്നെ അതിൽ നെല്ലിക്കയുണ്ട്. അപ്പോൾ അതിൽ ടേസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം. ശോധനയ്ക്ക് വളർന്ന എന്താ കാര്യം വെച്ചാൽ ഈ സസ്യങ്ങൾ നമുക്ക് അല്ലെങ്കിൽ ഫുഡ് തന്നെയാണ്. മനസ്സിലായി? അതുകൊണ്ടാണ് ഇതിനെ ഫുഡ് സപ്ലിമെന്റ് പറയാൻ കാരണം. അപ്പോൾ നോർമൽ ഫുഡ് പോലെ നമുക്ക് ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അത് കാരണം കൊണ്ടാണ് കുർക്കും എലിക്സോർ. എന്താ വെച്ചാൽ അങ്ങനെ എന്തെങ്കിലും ലിവറും കാര്യങ്ങളും ഇംബാലൻസ് കാരണം കൊണ്ടാണെങ്കിൽ അതിനെ ഒന്ന് ബാലൻസ് ചെയ്യാനാവാൻ സഹായിക്കും സ്പൈരുലിന. വൺ ഓഫ് ദ മോഡേൺ ആൻഡ് ദ മോസ്റ്റ് മിറാക്കുലസ് സപ്ലിമെന്റ്. എന്താ കാര്യം വെച്ചാൽ കുറേ കമ്പനികൾ ഇത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ് 101% കിഡ്നി രോഗികൾക്ക് പ്രോട്ടീൻസ് കൊടുക്കാൻ പാടില്ല കേട്ടോ. അത് വീണ്ടും ഞാൻ അണ്ടർലൈൻ ചെയ്യാണ്. പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ പയറുവർഗ്ഗങ്ങൾ, പാല്, മീൻ, മുട്ട, വക കാര്യങ്ങൾ, പ്രോട്ടീൻ ഉള്ള കണ്ടൻസ് കിഡ്നി പ്രശ്നമുള്ള ആൾക്കാർക്ക് കൊടുക്കരുത്. കിഡ്നി സ്റ്റോൺ എന്നല്ല പറഞ്ഞാൽ, കിഡ്നി ഫെയിലിയർ അല്ലെങ്കിൽ ഡയാലിസിസ് അങ്ങനെ ആൾക്കാർക്ക് കൊടുക്കരുത്. അതർവൈസ് എവ്രിബഡി, ലിറ്ററലി എവ്രി പേഴ്സൺ ക്യാൻ യൂസ് സ്പൈറുലിന. കാരണം ഞങ്ങൾ വിദേശ രാജ്യങ്ങളിൽ ഹോസ്പിറ്റൽസിൽ ഞങ്ങൾ കോമൺ ആയിട്ട് സർജറിയും കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഷെയർ ചെയ്യാറുണ്ട്. അപ്പം എനിക്ക് അവിടെ ഡ്യൂട്ടി റിപ്പോർട്ട് ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ ഞങ്ങൾ ഇതിൻ്റെ ഇത് എടുക്കുന്ന കാരണം കൊണ്ട് ഞങ്ങൾക്ക് അത് കൂടുതൽ എനർജറ്റിക് ആയിട്ട് എപ്പോഴും ഫീൽ ചെയ്തിരുന്നു. കുട്ടികൾക്കൊക്കെ
ബ്യൂട്ടിഫുൾ പ്രൊഡക്റ്റാണ്. ഏകദേശം 100 ഗ്രാം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നോക്കിയേ, 12 B12, 4 ഗ്ലാസ് B12, ഏകദേശം 10 ബ്രോക്കോളിയിൽ നിന്ന് കിട്ടുന്ന B5, 4 ക്യാരറ്റിൽ നിന്ന് കിട്ടുന്ന വൈറ്റമിൻ എ, 8 ഓറഞ്ചിൽ നിന്ന് കിട്ടുന്ന വൈറ്റമിൻ സി, ഇതേപോലെ കാൽഷ്യം 4 കപ്പ് മറ്റേ ഇങ്ങനെ ഇങ്ങനെ എടുക്കുക സ്പൈറുലിനിൻ്റെ ഇത്. അപ്പോൾ അതിൻ്റെ കമ്പാരിസണുകളാണ്. വൈറ്റമിൻ ബി, മഗ്നീഷ്യം, അപ്പോൾ പംകിൻ സീഡ്സിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കിട്ടുന്നത്. അപ്പോൾ ഇതൊക്കെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒന്ന് മനസ്സിലാക്കാം, നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള അത്യാവശ്യം എല്ലാതും സ്പൈറുലിനയിൽ ഉണ്ട്. ഇതിൻ്റെ ഏറ്റവും സിംപ്ലസ്റ്റ് എക്സാമ്പിൾ ഞാൻ പറയുന്നത് ഇതാണ്. ദ ബ്ലൂ വെയിൽ, അത് ബിഗ്ഗസ്റ്റ് മാമൽ ഓൺ ദിസ് എർത്ത്, അത് എന്താണ് കഴിക്കുന്നത്? സ്പൈറുലിന കഴിച്ചിട്ടാണ് ഇത്രയും വലിപ്പം വെക്കുന്നത്. അപ്പോൾ ആനേനേക്കാളും വലിപ്പം കൂടുതലാണ് അല്ലേ? ഇവിടെ എല്ലാവരും മനസ്സിലാക്കുക, ബീഫും പൊറോട്ട കഴിച്ചിട്ടൊന്നല്ല ഇവരൊക്കെ ഇതൊക്കെ വലുതാവുന്നത്. അപ്പോൾ ഇറച്ചി, മീൻ, മാംസം അല്ല, സസ്യമാണ് ഇതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് വില കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ചുമേൻ്റെ ജ്യൂസ് ഞാൻ നേരത്തെ കഴിഞ്ഞ ഇതിൽ പറഞ്ഞ പ്രകാരം ഇതിൽ ഞാൻ അത്തിപ്പഴം കാണിച്ചിട്ടുണ്ട്. അതേപോലെ ഉള്ള കാര്യങ്ങൾ, കുറേ തരം സസ്യങ്ങൾ ഇവിടെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്കത് നോക്കാം. മരമഞ്ഞൾ ഇവിടെ ഇട്ടിട്ടുണ്ട്. പിന്നെ എന്താണ് വാസക്ക, ഏഷ്ടി മധുവേര്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് എ ജ്യൂസ് ബിക്കോസ് ക്യാൻ ബി ഹാഡ് ബൈ എനി പേഴ്സൺ എനി ടൈം, ഈവൻ ഇഫ് യു കൺസ്യൂം ദ ഓൾഡ് സ്റ്റഫ്, ഇറ്റ് ഈസ് ഓൺലി എ ജ്യൂസ്, നോട്ട് അറ്റ് ഓൾ എ മെഡിസിൻ. അപ്പോൾ ആ കുട്ടികൾക്ക് കൊടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് കൊടുക്കും? ഒരു മുടി കൊടുത്താൽ മതി. അവരെ അടുത്ത് നിന്ന് അകലേക്ക് വെക്കാൻ കാരണം എന്താ വെച്ചാൽ കൂടുതൽ കഴിക്കേണ്ട ആവശ്യം ഇവിടെ വരുന്നില്ല, അത്രയ്ക്കും മതി. അതും എപ്പോഴാണ്? വലിയ ചുമയ്ക്കൊന്നല്ല ഇത് കൊടുക്കേണ്ടത്, വലിയ ചുമയ്ക്ക് മെഡിസിൻ തന്നെയാണ്. അപ്പോൾ ഇത് നോർമലി ചുമന് സിംറ്റംസ് ഒക്കെ കാണുന്ന സമയത്ത് ഉപയോഗിച്ചാൽ നമുക്ക് നല്ലതാണ്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ, ജസ്റ്റ് ഇൻ ദ സ്റ്റാർട്ടിങ് പോയിന്റ് നമുക്ക് വീട്ടിൽ വെച്ച് ചെയ്യാവുന്ന ഒരു പ്രൊഡക്റ്റാണ് കുർക്കുമ എലിക്സറോ ആണ് നമ്മുടെ മദർ സപ്ലിമെൻറ്റ്. ആൻഡ് ഇറ്റ് ഹാസ് മെയ്ഡ് ബ്യൂട്ടിഫുൾ റിസൾട്ട്സ്. ഫൈനലി ഇതിൻ്റെ ഫുൾ ഡെപ്ത് ക്ലാസ് കുർക്കുമ എലിക്സറിൻ്റെ ഇതിലുണ്ട്. It is only a food supplement, not a therapy, not an alternative treatment or a medicine, nor anything. Can be used by any person, any age. ഫുഡ് കൺസ്യൂമിങ് കുട്ടികൾക്ക് ആർക്കും വേണമെങ്കിൽ കൊടുക്കാം, ഏത് ക്വാണ്ടിറ്റിയിൽ വേണമെങ്കിൽ കൊടുക്കാം. നോർമലി നമ്മൾ 5 മില്ലിയും ഒക്കെ പറയാറുള്ളൂ. ചിലർക്ക് 2 മില്ലി, ഒരു തുള്ളി മാത്രം നമ്മൾ പറയാറുള്ളൂ. എന്നാലും കുഴപ്പമില്ല, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇത് പിന്നെ ഹെവി മെറ്റൽസ് കാര്യങ്ങളൊക്കെ ഇതിന് എടുത്തു കളഞ്ഞിരിക്കുകയാണ്. കാരണം മെഡിക്കൽ ഫീൽഡിൽ ഞാൻ റിസർച്ചിൽ ഉണ്ടായിരുന്ന സമയത്ത് എനിക്കറിയാം പലതിലും ഹെവി മെറ്റൽസ് ഉണ്ട്. അപ്പോൾ ആ ഹെവി മെറ്റലാണ് നമുക്ക് ദോഷം ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് മഞ്ഞൾ അമിതമായ അളവിൽ നേരിട്ട് ഉപയോഗിച്ചാൽ ദോഷമാണെന്ന് പറയാൻ കാരണം. അപ്പോൾ ഈ ഹെവി മെറ്റൽസ് കളഞ്ഞു. ഇതേ പ്രകാരം തന്നെ ഇതിൻ്റെ പിഗ്മെൻറ്റേഷൻ, ഈവൻ പിഗ്മെൻറ്റേഷൻ പോലും നമ്മൾ എടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്രാക്ടൽ ഡിസ്റ്റിലേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ വക ഗുണങ്ങൾ നമുക്ക് കിട്ടുന്നതാണ്. അപ്പം അങ്ങനെയാണ്. ഇതൊരു ടെസ്റ്റ് റിപ്പോർട്ടാണ്. ഇവിടെ ഒരു ടെസ്റ്റ് റിപ്പോർട്ട് എടുക്കാനുള്ള കാരണം, ഓഫ് കോഴ്സ് മൈ മെഡിക്കൽ ഫ്രണ്ട്സ് വുഡ് ലൈക്ക് ടു നോ മോർ അബൌട്ട് ഇറ്റ്. എന്താ കാര്യം വെച്ചാൽ ഒന്ന് മാത്രം മനസ്സിലാക്കാം. ഈവൻ അക്കോർഡിംഗ് ടു ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് 0.05 അലൗഡ് ആണെങ്കിൽ പോലും അവർ പ്രൊഡക്റ്റ് ഡസ് നോട്ട് ഈവൻ കണ്ടെയ്ൻ എനി ഓഫ് ദിസ് സ്റ്റഫ് വിച്ച് ഈസ് ഈവൻ ബിലോ ഡിറ്റക്റ്റബിൾ ലിമിറ്റ്. എന്ന് പറഞ്ഞാൽ നിയർലി ഇല്ല, ഉണ്ടോ ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ തെറ്റായ ലാംഗ്വേജ് പലരും ഉപയോഗിക്കുന്നുണ്ട്. ദിസ് ഈസ് നോട്ട് എ കുർക്കുമിൻ, ഓക്കെ, സോറി, ദിസ് ഈസ് നോട്ട് എ കുർക്കുമിൻ, ദിസ് ഈസ് എ ടർമറിക് എക്സ്ട്രാക്ട്. സോ ഡു അണ്ടർസ്റ്റാൻഡ് ദിസ് തിങ്. ആ തെറ്റായ ഇൻഫർമേഷൻ വരുന്നത് ടർമറിക്കിൻ്റെ നാച്ചുറൽ എക്സ്ട്രാക്ട് മാത്രമാണ്. പ്രൊവൈഡഡ് വി ഹാവ് റിമൂവ്ഡ് ഓൾ ദ this thing and does not contain any preservative because it is a natural preservative itself. അപ്പം ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്താ കാര്യം വെച്ചാൽ എൻ്റെ ചാനലിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ പറയണതിൻ്റെ കാരണം, അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു കുർക്കുമ ടർമറിക്കിന് എന്താണ്, കുർക്കുമ ടർമറിക്കിൻ്റെ എക്സ്ട്രാക്റ്റാണ്. അത് എന്തുകൊണ്ട് അങ്ങനെ പറയണു, അതിലത്തെ സയൻസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഡയബറ്റീസ്, അവർ ഏതൊക്കെ എക്സസൈസ് ചെയ്യണം, ഇതേ പ്രകാരം തന്നെ പല ഇതുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനിയും ഞാൻ കുറേ ടോപ്പിക്കുകൾ കവർ ചെയ്യുന്നതായിരിക്കും. പ്രഗ്നൻസി, തൈറോയ്ഡ്, അങ്ങനെയുള്ള പലതും ടൈം കിട്ടുന്ന അനുസരിച്ചിട്ട് ഞാനത് ആഡ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പം മലയാളത്തിലല്ലാതെ തന്നെ ഇംഗ്ലീഷ്, അതുപോലെ ഹിന്ദിയിൽ മാക്സിമം ഞാൻ ഇടും. കാരണം സമയമില്ലാത്ത കാരണം കൊണ്ട് തന്നെയാണ്. അപ്പോൾ ദയവേത് സഹകരിക്കുക. അപ്പോൾ ഇത് പരമാവധി സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാൻ പറയണതിന് കാരണം, ഇൻ കേസ് നിങ്ങളുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് നിങ്ങൾ ഡെയിലി ഇത് സ്റ്റാറ്റസ് പോലെ നിങ്ങൾ ഇട്ടിരുന്നെങ്കിൽ
നിങ്ങൾക്ക് അതിൻ്റെ എൻക്വയറീസ് അവർക്ക് ഉണ്ടാവും, അവരെ ആവശ്യത്തിന് കൊടുക്കാൻ പറ്റും. പിന്നെ തെറ്റായ ലാംഗ്വേജ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇങ്ങനെ ഉണ്ടാക്കാനുള്ള കാരണം. മനസ്സിലാക്കുക. തെറ്റായ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ മെനി പീപ്പിൾ ടെൽ ദാറ്റ് ദിസ് ഈസ് എ ക്യൂർ ഫോർ ദിസ് തിങ് വിച്ച് ഇസ് 100% റോങ്. Never, ever, ever, ever say anything. Only the doctors have a right to give medicines. പ്രത്യേകിച്ച് ഞാൻ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യാണ്. Nobody else has the right to give a medicine. You can suggest a supplement. You can suggest a food. You can suggest a lifestyle. അതിൽ തെറ്റില്ല. അപ്പം ഇവിടെ നമ്മൾ കൊടുക്കുന്നതാണ് സപ്ലിമെൻ്റ് ആണ്. അത് കാരണമുകൊണ്ടാണ് ഞാനത് വീണ്ടും ഇങ്ങനെ പറയാനുള്ള കാരണം. അപ്പം എന്തായാലും എൻ്റെ ചാനലിലേക്ക് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. താഴത്തൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിൽ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പം ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ വീണ്ടും നമ്മുടെ ഇതേപോലെ അനേക സബ്ജക്റ്റുകളായിട്ട് വ്യത്യസ്തമായ ടോപ്പിക്കുകൾ കവർ ചെയ്തിട്ട് ഞാൻ എടുക്കുന്നതായിരിക്കും. ഇതേ പ്രകാരം തന്നെ ഡയറക്റ്റ് മാർക്കറ്റിംഗ്, ഡയറക്റ്റ് സെല്ലിംഗ് എന്താണ്, ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രി ആക്ച്വലി ഇന്ത്യയിൽ ഇതുവരെ തുടങ്ങിയിട്ട് പോലുമില്ല. ആൻഡ് വി ഹാവ് എ പോപ്പുലേഷൻ ഓഫ് 140 crores. അപ്പം നിങ്ങൾ ചിന്തിക്കുക ഇവിടുത്തെ പോസിബിലിറ്റി. ഏറ്റവും കൂടുതൽ ബിസിനസ് നടക്കുന്നത് USA, ചൈന അങ്ങനെയുള്ള പല ഭാഗത്ത് നിന്ന്. ടുഡേ ഇറ്റ് ഈസ് ലീഗൽ ബിസിനസ് അക്കോർഡിംഗ് ടു സെൻട്രൽ ഗവൺമെൻറ്, അക്കോർഡിംഗ് ടു കേരള സ്റ്റേറ്റ് ഗൈഡ് ലൈൻസ്. എല്ലാ കാര്യത്തിലും നമുക്ക് എല്ലാ തരത്തിലും ഏത് പ്രൊഡക്റ്റ് സെല്ലിംഗ് ഓൺലി. ഓക്കെ, ഇറ്റ്സ് ഓൺലി പ്രൊഡക്റ്റ് സെല്ലിംഗ്, നത്തിങ് ടു ഡു വിത്ത് എനി മണി മിൻറ്റിങ് ഓർ എനി അതർ സ്റ്റഫ്. ദിസ് ഇസ് ഓൺലി ഫുഡ് സപ്ലിമെൻറ്റ്, ഓൺലി എ സജഷൻ. ഓഫ് കോഴ്സ് മെനി പീപ്പിൾ ഡു ഗെറ്റ് അത് എല്ലാവർക്കും ഗുണം കിട്ടണം എന്നില്ല. പക്ഷെ എന്നാൽ പോലും അതൊരു വലിയൊരു അനുഗ്രഹമാണ്. ആർക്കെങ്കിലും മാറ്റങ്ങൾ കിട്ടുകയാണെങ്കിൽ നമുക്ക് വലിയൊരു അനുഗ്രഹമാണെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിന് ഇതേപോലെ കാണാം. നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. ഡു ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു വൺസ് അഗൈൻ.